Hi all, good morning. Today we have to discuss quantum numbers. What are meant by quantum numbers? You are already familiar with this term, that is you are already studied in your plus 2 classes. Quantum numbers are a set of numbers which specify the location and energy of an electron in an atom. ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണിന്റെ സ്പെസിഫിക് ലൊക്കേഷൻ അതേപോലെ തന്നെ എനർജി റെപ്രസെന്റ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. That is, it may be defined as a set of 4 numbers with the help of which we can get complete information about all the electrons in an atom. That is location, energy, type of orbital occupied, space and orientation of that orbitals. എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന നമ്പേഴ്സ്. They are called quantum numbers. ഓരോ ആറ്റത്തിനും ഓരോ ഇലക്ട്രോണിനും സ്പെസിഫിക് ക്വാണ്ടം നമ്പർ ഉണ്ടായിരിക്കും. Each and every electron will have specific quantum numbers. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഈ ഇലക്ട്രോണിന്റെ ഒരു അഡ്രസ് പോലെയാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും അഡ്രസ് ഉണ്ടാവും. ഒരാളുടെ അഡ്രസ് വേറൊരാൾക്ക് ഉണ്ടാവില്ല അല്ലെ, അത് സ്പെസിഫിക് ആയിരിക്കും. മീൻസ് ഒരാളുടെ പേര്, വീട്ടുപേര്, അതേപോലെ ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അഡ്രസ് പറയാ. അതിൽ ഏതെങ്കിലും ഒന്ന് ഡിഫറെന്റ് ആയിരിക്കും. ഒന്നുകിൽ ഹൗസ് ഡിഫറെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് ഡിഫറെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഇനി അതെല്ലാം സെയിം ആണെങ്കിൽ തന്നെ അയാളുടെ ഒരു വീട് ഡിഫറെന്റ് വീട്ടിലായിരിക്കും. അല്ലെങ്കിൽ ഇനി സെയിം വീട്ടിലുള്ള ആളാണെങ്കിൽ തന്നെ അയാളുടെ പേര് ഡിഫറെന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു അഡ്രസ്സിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെയാണ് ഇലക്ട്രോണിന്റെ കേസും. ഒരു ഇലക്ട്രോണിന് സ്പെസിഫിക് ആയിട്ട് അഡ്രസ് ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ക്വാണ്ടം നമ്പേഴ്സ്. ആ ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ. Okay, and there are 4 quantum numbers. They are principal quantum number, azimuthal quantum number, magnetic quantum number and spin quantum number. Sorry, ഇവിടെ C ആയി പോയിട്ടുണ്ട്. Spin quantum numbers. These are the 4 quantum numbers of an electron. ഓരോ ക്വാണ്ടം നമ്പറിനെയും ഒറ്റവാക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സ്പെസിഫൈ മെയിൻ എനർജി ലെവൽ. ഇറ്റ് സ്പെസിഫൈ ദി മെയിൻ എനർജി ലെവൽ ഓഫ് എ ഇലക്ട്രോൺ. Azimuthal quantum number information about sub energy level, that is orbital. It means orbit and this means orbital. Then magnetic quantum numbers specify orientation of an orbital. And spin quantum number spin movement of an electron, electron rotation. Okay, ഒറ്റവാക്കി പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. Principal quantum numbers specify the average distance of the electron from the nucleus. ഒരു ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോൺ എത്ര ഡിസ്റ്റൻസിലാണോ ഉള്ളത് അതിനെ സ്പെസിഫൈ ചെയ്യുന്നതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. And also it determines the energy associated with it. എന്ന് വെച്ചാൽ ഏറ്റവും അടുത്തുള്ള ഷെല്ലിലാണ് ഉള്ളതെങ്കിൽ എനർജി കുറവാണെന്ന് പറയാം. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് എനർജി കൂടും. And the principal quantum number is represented by the letter n. If the value of n increases, energy also increases. ഫസ്റ്റ് ഷെല്ലിനെ നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ളതാണ് n is equal to 1, 2, 3 അങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Okay, that is principal quantum number gives the size and energy of an orbit or shell. And n is equal to 1, 2, 3, 4. Greater the value of n represents bigger orbit with higher energies. Distance from the nucleus also increases. ഇതാണ് മെയിൻ പോയിന്റ്സ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോൺ എത്ര ഡിസ്റ്റൻസിലാണോ ഉള്ളത് ഈ ഒരു ഡിസ്റ്റൻസ്, അതാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത് ഒരു ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എനർജി ഓഫ് ഇലക്ട്രോണും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ n കൂടുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോണിന്റെ എനർജി കൂടും. ആൻഡ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ n. n can have values 1, 2, 3, 4 and it represented by the alphabet K, L, M, N, etc. Capital letters K, L, M, N.
These are the orbits or shells. Okay, and total number of electron in an orbit is 2n square. Total number of electrons in an orbit is 2n square. That is value of n is equal to 1 ആണെങ്കിൽ name of shell എന്ന് പറയുന്നത് k shell. Total number of electrons എന്ന് പറയുന്നത് 2 into 1 square, that is 2. നമുക്കറിയാം ആദ്യത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. n is equal to 2 ആണെങ്കിൽ shell L shell and 2 into 2 square, that is 4 into 2, that is 8. രണ്ടാമത്തെ ഷെല്ലിൽ അല്ലെങ്കിൽ L ഷെല്ലിൽ നമുക്കറിയാം 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതേപോലെ തന്നെ 3 എടുക്കുകയാണെങ്കിൽ n is equal to 3, 2 into 3 square 18 and n is equal to 4 ആണെങ്കിൽ 32. Okay, that is number of electrons in an orbit is 2n square. And next one is azimuthal quantum number or angular momentum quantum number. This is represented by the letter lambda or small l. നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ സ്മോൾ l ആണ് ഉണ്ടാവുക. ഞാൻ ഇതിൽ കൊടുത്തതിലൊക്കെ ലാംഡയാണ്. സോ നിങ്ങൾ l വെച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, എല്ലാ സ്ഥലത്തും ഞാൻ ലാംഡ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ലാംഡയും സ്മോൾ ലെറ്റർ l രണ്ടും യൂസ് ചെയ്യും. പ്ലസ് ടുവിൽ ചിലപ്പോൾ നിങ്ങൾ l ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. ഓക്കെ, and this quantum number signifies the orbital angular momentum of the electron. ഈ ഒരു quantum number വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം നമുക്ക് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ. And also it signifies or defines the shape of sub-energy level or orbital. Sub-energy level or orbital. That is, each main energy level may be considered subdivided into certain sub-level. ഓരോ ഷെല്ലും നമ്മൾ K shell, L shell, M shell, N shell എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. Divided into sub-shell. These are called orbital. And if n is equal to 0, then sub-level is S. And ഇതിന്റെ പേരൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഷാർപ്പ്, ആ ഒരു ഇതിൽ നിന്നാണ് S എന്ന് പറയുന്ന ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത്. And number of electron is 2. And if L is equal to, or sorry, N alla, sorry, L is equal to 1, then sub-level is P. It is called principal. And number of electron is 6. And if L is equal to 2, then sub-level is D. It is called diffused. And number of electron is 10. And if L is equal to 3, it is called F, fundamental. 14 electrons are there. Okay. എന്ന് വെച്ചാൽ if n is equal to 1 ആണെങ്കിൽ, മെയിൻ ഷെൽ n is equal to 1 ആണെങ്കിൽ L എന്ന് പറയുന്നത് 0 to n minus 1 ആണ്. ജനറലി പറയുകയാണെങ്കിൽ ഇഫ് n ഷെൽ ആണെങ്കിൽ അതിന്റെ L എന്ന് പറയുന്നത് 0 to n minus 1 ആണ്. 0 to n minus 1. ഇത് വെച്ച് നമുക്ക് നോക്കാം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ n ആൻഡ് L. ഞാൻ ലാംഡയുടെ അടുത്ത് L ആണ് പറയുന്നത്. n and L. That is L is equal to 0 to n minus 1. ഓർബിറ്റ് K ആണെങ്കിൽ n എന്ന് പറയുന്നത് നമുക്കറിയാം 1 ആണ്. അങ്ങനെയാണെങ്കിൽ L എന്ന് പറയുന്നത് 0 to n minus 1 എന്ന് പറയുമ്പോൾ 0 മാത്രമേ ഉള്ളൂ. It is 0. ഓർബിറ്റൽ എന്ന് പറയുന്നത് 1s. S ഓർബിറ്റലാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ 2. അതേപോലെ L is equal to 2 ആണെങ്കിൽ 0 to n minus 1 എന്ന് പറയുന്നത് 0 to n minus 1 എന്ന് പറയുന്നത് 2 minus 1 1. That is S and P. S and P ആണ് ഓർബിറ്റൽ. 2 plus 6 ആണ് എന്ന് വെച്ചാൽ എസ് ഓർബിറ്റലിൽ 2 ഇലക്ട്രോണും പി ഓർബിറ്റലിൽ 6 ഇലക്ട്രോണും ടോട്ടൽ 8 ഇലക്ട്രോൺ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ, എല്ലിൽ ടോട്ടൽ 8 ഇലക്ട്രോൺ ഇങ്ങനെയാണ് കിട്ടുന്നത്. അതേപോലെ എമ്മിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ n is equal to 3 ആണ്, L is equal to 0 1 2. ഏതൊക്കെ ഓർബിറ്റൽസ് ആണ്? എസ് പി ഡി. അപ്പോൾ ഓരോന്നിലുള്ള ഇലക്ട്രോൺസ് വെച്ച് കൂട്ടുമ്പോൾ 2 electron for S and 6 electron in P and 10 electron in D. Total electron 18. അതേപോലെ തന്നെ N. S P D F. Total electron 32. ഇതാണ്
orbital, number of orbital, that is main shell or orbit is subdivided into orbital or sublevel, and അതിന്റെ റിലേഷൻ പറയുകയാണെങ്കിൽ if n ആണ് ഓർബിറ്റൽ എങ്കിൽ L എന്ന് പറയുന്നത് 0 to n minus 1. Okay, this is azimuthal quantum number. ഇത് ജസ്റ്റ് അതിന്റെ ഇൻക്രീസിങ് എനർജി സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ n is equal to 1 ആണെങ്കിൽ നമുക്കറിയാം k ഷെൽ ആണ്, 1s ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ, ജസ്റ്റ് ആ എനർജിന്റെ ലെവൽ ഓർഡറിൽ എഴുതിയെന്ന് മാത്രം. n is equal to 2 ആണെങ്കിൽ s p, അടുത്തത് n is equal to 3 m ആണെങ്കിൽ 3s 3p 3d. ഇതൊക്കെ നിങ്ങൾ +2 പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. s p d f ഇത്രയും ഇലക്ട്രോൺസ്. ഓക്കെ, നെക്സ്റ്റ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. It represented by the letter small m and it specify the spatial orientation of an electron in a magnetic field. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇലക്ട്രോണിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് അതൊരു 3-dimensional സ്പേസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് m can have 2l plus 1 value, 2l plus 1 ranging from minus l through 0 to plus 1 plus l. എന്ന് വെച്ചാൽ എമ്മിന്റെ വാല്യൂ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് മൈനസ് എൽ ത്രൂ 0 ടു പ്ലസ് എൽ. എന്ന് വെച്ചാൽ എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ വി ആർ റെപ്രസെന്റിങ് ദ സിമ്പിൾ സ്മോൾ ലെറ്റർ എസ്. എം വാല്യൂ എന്ന് പറയുന്നത് 0, എൽ 0 ആണെങ്കിൽ എം 0. ഡിജനറേറ്റ് ഓർബിറ്റൽ എന്ന് പറയുന്നത് 1, 0 ആണെങ്കിൽ 1, ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ. അതേപോലെ ലാംഡ ഓർ L is equal to 1 ആണെങ്കിൽ we know that the orbital is p, and m can have minus L to plus L ആണ്, or minus lambda to plus lambda എന്ന് പറയുന്നത് minus 1 ആയതുകൊണ്ട് minus 1 through 0 to plus 1, minus 1 0 plus 1 അതാണ് m ന്റെ വാല്യൂ. എന്ന് വെച്ചാൽ ടോട്ടൽ 3 ഓർബിറ്റൽ ഉണ്ട്, 3 ഓർബിറ്റൽ ഉണ്ട്. ഓരോ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺ വീതം, 2 plus 2 plus 2 that is 6. അങ്ങനെയാണ് p ഓർബിറ്റലിൽ 6 ഇലക്ട്രോൺസ് കിട്ടുന്നത് അല്ലേ. നമുക്കറിയാം p ഓർബിറ്റലിൽ 6 ഇലക്ട്രോൺസ് ആണ് ടോട്ടൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. അതേപോലെ L is equal to 2 ആണെങ്കിൽ ലെറ്റർ d ഓർ ഓർബിറ്റൽ d ആണ്. 2 ആവുമ്പോൾ -2 to +2 ആണ്, that is -2 -1 0 +1 +2. ടോട്ടൽ 5 ഓർബിറ്റൽ ആണുള്ളത്, 5 ഓർബിറ്റൽ. ഓരോ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺസ് വീതം. അങ്ങനെയാണ് ഡി ഓർബിറ്റലിൽ 10 ഇലക്ട്രോൺസ് ആയത്. നെക്സ്റ്റ് ലാംഡ is equal to 3 -3 -2 -1 0 +1 +2 +3, that is total 7 orbital, total 14 electrons. These are magnetic quantum number. Okay, and then ഇതിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഇലക്ട്രോൺസിന്റെ കംപ്ലീറ്റ് ഫില്ലിങ്സ് കൂടി കാണിക്കുന്നതാണ്. n is equal to 1 k ഷെൽ ആണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ 1s ഓർബിറ്റൽ ആണ്. m is equal to 0. ഓക്കെ, m is equal to 0 2 ഇലക്ട്രോൺസ്. ഇതേപോലെ n 2 ആണെങ്കിൽ n is equal to 2 ആണെങ്കിൽ l ഷെൽ ആണ്. ലാംഡ എന്ന് പറയുന്നത് 0 ഉണ്ട് 1 ഉണ്ട്, എന്നുവെച്ചാൽ s ഉണ്ട് p ഉണ്ട്. s പറയുമ്പോൾ m is equal to 0 2 ഇലക്ട്രോൺ, 2p എന്ന് പറയുമ്പോൾ m is equal to -1 0 +1 അങ്ങനെ കാണിച്ചിട്ടുള്ളതാണ് ടോട്ടൽ. ഓക്കെ, നെക്സ്റ്റ് സ്പിൻ ക്വാണ്ടം നമ്പർ. Spin quantum number is represented by the letter small s, and it specifies the spin angular momentum of the electron and its orientation. Magnetic quantum number, azimuthal quantum number എന്ന് പറയുന്നത് നമ്മൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്പിൻ ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് സ്പിൻ ആംഗുലാർ മൊമെന്റം ഓഫ് എൻ ഇലക്ട്രോൺ. അതേപോലെ തന്നെ ഇലക്ട്രോൺ നമ്മൾ നേരത്തെ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ത്രൂ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ഓർ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ s is equal to +12 എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇലക്ട്രോൺസിന്റെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കും ക്ലോക്ക് വൈസ് കാണിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ s is equal to +12 and -12, +12 for anti clockwise and -12 for
clockwise. That is plus half for anti-clockwise and minus half for clockwise. That is plus half for clockwise. Plus half anti-clockwise minus half for anti-clockwise. Okay. This is just electron in the rotation. Rotation plus half minus half. Then orbital diagram. Just unoccupied orbital. That is orbital with one electron. One electron is arrow mark. One electron is one just the spin different electron in the case address. അതാണ് ഇത് എന്ന് വെച്ചാൽ എല്ലാ സെയിം ആണെങ്കിൽ ഇപ്പോ n ചിലപ്പോൾ സെയിം ആവാം l സെയിം ആവാം m സെയിം ആവാം എന്നിരുന്നാൽ പോലും അവസാനം s ഡിഫറെന്റ് ആയിരിക്കും ഒരിക്കലും ഒരു ഓർബിറ്റലിൽ സെയിം s ഉള്ള ഇലക്ട്രോണിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഏതെങ്കിലും ഒരു ക്വാണ്ടം നമ്പർ എല്ലാ ഇലക്ട്രോണിന്റെ കേസിലും ഡിഫറെന്റ് ആയിരിക്കും അതുകൊണ്ടാണ് അതിനെ അഡ്രസ് എന്ന് പറയുന്നത് ഓക്കേ ഇതൊക്കെ ഇലക്ട്രോൺസ് ഫിൽ ചെയ്തത് കാണിച്ചിട്ടുള്ളതാണ് K shell, M shell, അതേപോലെ ഓരോ ഷെല്ലിലും എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫിൽ ചെയ്തിട്ടുള്ളത് അതിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജിയിലാണ് കാണിച്ചിട്ടുള്ളത് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് ആണ് K L M N N is equal to 1 2 3 4 അതേപോലെ തന്നെ ഓർബിറ്റൽസ് നമുക്കറിയാം ഓർബിറ്റൽസ് 4 ഓർബിറ്റൽസ് ആണ് S P D F അതിൽ ഓരോന്നിന്റെയും ഷേപ്പ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് എ റീജിയൻ ഓഫ് സ്പേസ് വേർ ദർ ഈസ് എ മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഏതൊരു സ്പേസിലാണോ ഇലക്ട്രോൺസിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ആ ഒരു സ്പേസിനെയാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഓർബിറ്റലിനും ഡിഫറെന്റ് ഷേപ്പ് ആയിരിക്കും ദാറ്റ് ഈസ് ദ ഷേപ്പ് ഓഫ് എസ് ഓർബിറ്റൽ ഈസ് സ്ഫെറിക്കൽ P orbital is dumbbell, D orbital is double dumbbell എന്ന് പറയാം അല്ലെങ്കിൽ clover leaf shape എന്ന് പറയാം F orbital is double clover leaf shape okay and this is the shape of S orbital here S orbital is spherically symmetrical complete ഒരു ball പോലെ spherically symmetrical where lambda is equal to 0 or L is equal to 0, M is equal to 0. This is the shape of S orbital. And these are the shape of P orbital. We know that there are 3 P orbitals that is Px, Py and Pz. Px എന്ന് പറയുന്നത് x ആക്സിസിൽ ഈ ഡംബൽ ഷേപ്പ് x ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്നതാണ് Px. Y ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്നത് Py. Z ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്നത് Pz. അതുകൊണ്ടാണ് എസ് ഓർബിറ്റൽ എന്ന് പറയുന്നത് നോൺ ഡയറക്ഷണൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സ്ഫെറിക്കൽ ആണ് കംപ്ലീറ്റ് ഏത് ഡയറക്ഷനിലേക്കാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷേ ബാക്കി എല്ലാ ഓർബിറ്റൽസും ഡയറക്ഷണൽ ആണ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഡയറക്ഷനിലാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് പി എക്സ് എന്ന് പറയുന്നത് എക്സ് അലോങ് എക്സ് ആക്സിസിലായതുകൊണ്ടാണ് പി എക്സ് ദീസ് ഓർബിറ്റൽസ് ആർ ഡയറക്ഷണൽ ഇൻ ക്യാരക്ടർ എന്ന് പറയാം പി വൈ ആൻഡ് പി സെഡ് ഇത് കംപ്ലീറ്റ് അതിന്റെ 3 ഓർബിറ്റലും കൂടി ഒരുമിച്ചിട്ടുള്ളത് കാണിച്ചതാണ് These are the shape of p orbital. Next d orbitals. There are 5 d orbitals. They are dxy, dyz, dxz, dx square minus y square and dz square. Here dxy, dyz and dxz are oriented in between the axis. dyz എന്ന് പറയുന്നത് y axis ഇന്റെയും z axis ഇന്റെയും ഇടയിൽ ആക്സിസിലല്ല ഇടയിൽ പി എക്സ് പി വൈ പി സെഡ് എന്ന് പറയുന്നത് പി എക്സ് എക്സ് ആക്സിസിലായിരുന്നു ഓറിയന്റ് ചെയ്തത് ഇത് അതിന്റെ ഇടയിലാണ് ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആണ് ഡി എക്സ് വൈയും ഡി വൈ സെഡും ഡി എക്സ് സെഡും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ ഡി എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് വൈന്റെ ഇടയിൽ ആക്സിസിലല്ല വൈ സെഡ് ആൻഡ് ഡി എക്സ് സെഡ് ഇനി ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് ആൻഡ് വൈ ആക്സിസിൽ തന്നെയാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് എക്സ് വൈ ആക്സിസിൽ ഡബിൾ ഡബിൾ ഷേപ്പ് ഇതാണ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് ഡി സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് സെഡ് ആക്സിസിൽ അതേപോലെ അതിന്റെ ചുറ്റും സെഡ് ഓർബിറ്റൽസിന്റെ എക്സ് വൈ ആക്സിസിൽ ഒരു ചെറിയൊരു റൗണ്ടിൽ അത്രയും ഇത്രയും സ്പേസിലാണ് ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്നാണ് ഈ ഒരു ഓർബിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ദീസ് ആർ ദി ഡിഫറെന്റ് ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് ഓക്കെ താങ്ക് യു